AC generator. AC generator എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചതാണ്. ഒന്നും കൂടി ആവർത്തിക്കുന്നു. It is a device that converts mechanical energy into electrical energy. അതിൻ്റെ പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. Whenever the magnetic flux linked within a coil changes, an EMF will be induced in it, and the direction is given by Fleming's right hand rule. ഇതിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് പറയാൻ പോവാണ്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. It consists of a field magnet. U-shaped മാഗ്നറ്റിന്റെ നോർത്ത് സൗത്ത് പോളുകളാണ് ഈ കാണുന്നത്. This is a coil that rotates in between the pole pieces of the magnet. ആ കോയിലിന് ആർമേച്ചർ കോയിൽ എന്നാ പറയാ. ഈ കോയിലിന്റെ ഒരു അറ്റം ഒരു സ്ലിപ്പ് റിങ്ങിലേക്കും കോയിലിന്റെ രണ്ടാമത്തെ അറ്റം വേറൊരു സ്ലിപ്പ് റിങ്ങിലേക്കും കൊടുത്തിട്ടുണ്ട്. സ്ലിപ്പ് റിങ്ങുമായി രണ്ട് ബ്രഷുകൾ, കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ബ്രഷസ്. ഇതാണ് ഒരു ബ്രഷ്, ഇത് രണ്ടാമത്തെ ബ്രഷ്. ടു ഗ്രാഫൈറ്റ് ബ്രഷസ് കീപ്സ് കോൺടാക്ട് വിത്ത് ദ സ്ലിപ്പ് റിങ്സ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ആർമേച്ചർ കോയിൽ wound on a laminated soft iron core. The armature coil rotates in between the pole pieces of a magnet. The ends of the coils are connected to two slip rings. Two graphite or carbon brushes makes a contact with the slip rings. Next, we are going to see the working of an AC generator. The armature coil rotates in between the pole pieces of the magnet. അപ്പം നമ്മൾ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ്, അങ്ങനെ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ദ ആംഗിൾ തീറ്റ between vector B and vector A changes. So the magnetic flux linked within the coil changes. When the magnetic flux changes, an EMF will be induced in the coil. EMF ന്റെ പ്രത്യേകത എന്താണ്? For every half rotation of the coil, the EMF changes its direction. And the EMF is given by V is equal to V0 sin omega t. അതെങ്ങനെയാണ് കിട്ടണമെന്നുള്ളതും നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ അതിന്റെ ഡെറിവേഷൻ പഠിച്ചതാണ്. ഈ വോൾട്ടേജ് നമ്മളൊരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കടത്തി വിടുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ കറന്റ്. ദ കറന്റ് ഈസ് ഗിവൺ ബൈ I is equal to I0 sin omega t. ട്രാൻസ്ഫോമർ. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ ഡയഗ്രാം. AC-യിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് ട്രാൻസ്ഫോമർ. ഇറ്റ് ഈസ് എ ഡിവൈസ് that transforms electrical energy from one circuit to other with a change in voltage and current. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് V1, അപ്പോഴുള്ള കറന്റ് I1. നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജാണ് കിട്ടുന്നത്? V2, കറന്റ് I2. അപ്പോൾ വോൾട്ടേജും കറന്റും മാറി. So we can say that it is a device that transforms electrical energy from one circuit to other with a change of voltage and current. ഇനി നമ്മൾ ട്രാൻസ്ഫോമറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണാൻ പോവാണ്. It consists of a laminated soft iron core over which two copper wires are wound. ഡയഗ്രം നോക്കി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സോഫ്റ്റ് അയൺ കോർ. കോറിന്റെ ഒരറ്റത്ത് നമ്മൾ ഒരു കോപ്പർ വയർ വൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ പ്രൈമറി എന്നാ പറയാ. അതിലേക്കാണ് നമ്മൾ AC കൊടുക്കുക. ഈ കോറിന്റെ രണ്ടാമത്തെ അറ്റത്ത് നമ്മൾ വേറൊരു കോപ്പർ വയർ വൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ സെക്കൻഡറി എന്നാണ് പറയാ. സെക്കൻഡറിയിൽ നിന്നുമാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സോഫ്റ്റ് അയൺ കോർ ഓവർ വിച്ച് two copper wires are wound. The copper wire to which the AC is supplied is called the primary, and from which we take the output is called the secondary. ഇനി അതിന്റെ പ്രിൻസിപ്പിൾ ആണ്. The working of transformer is based on mutual induction. നമ്മൾ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലേക്ക് ഒരു ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് പാസ് ചെയ്യുന്നത്.
എ കറന്റ് ക്യാരിയിങ് കോയിൽ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്നാലേ ഈ പ്രൈമറിയിലേക്ക് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് പാസ് ചെയ്യുന്നത്. അതായത് കറന്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കറന്റ് ചേഞ്ച് ചെയ്യുമ്പം ഇത് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യും. അത് കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യും. അപ്പോൾ പ്രൈമറിയിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് സെക്കൻഡറിക്കും ബാധകമാണ്. സോ ദർ വിൽ ബി എ ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ സെക്കൻഡറി. When the magnetic flux in the secondary changes, and EMF or voltage will be induced in the secondary. So we can say that the transformer is based on mutual induction. Then what will be the flux through the primary? Phi equals NBA cos theta എന്നാണ്. പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് N1 ആണ്. പ്രൈമറിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. പ്രൈമറിയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. സോ വിൽ ടേക്ക് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1. then you will get flux through the primary phi1 equals N1 B into A. N1 number of turns of the primary, B magnetic field, A area of cross section. Flux through the secondary phi2 equals secondary number of turns N2 ആണ്. പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും മാഗ്നറ്റിക് ഫീൽഡും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആണ്. സോ യു ക്യാൻ റൈറ്റ് ഫ്ലക്സ് ത്രൂ ദ സെക്കൻഡറി phi2 ഈക്വൽസ് N2 ഇൻറ്റു B ഇൻറ്റു A. ഞാൻ phi2 ബൈ phi1 ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് N2 ബൈ N1. ഞാൻ ആ ഇക്വേഷൻ്റെ ലെഫ്റ്റിനെയും റൈറ്റിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. യു വിൽ ഗെറ്റ് d phi2 by dt equals d phi1 by dt into n2 by n1. n2 by n1 എന്നുള്ളത് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഡിഫറൻസിയേഷന്റെ പുറത്തേക്ക് എടുക്കും. d phi2 by dt എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇൻ ദ സെക്കൻഡറി ആണ്. ദാറ്റ് ഈസ് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി. d phi1 by dt എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇൻ ദ പ്രൈമറി ആണ്. അതായത് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? d phi2 by dt നെ v2 എന്ന് എഴുതാം, d phi1 by dt നെ v1 എന്ന് എഴുതാം. So you will get v2 equals v1 into n2 by n1 or v2 by v1 equals n2 by n1. v2 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി, v1 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി, n2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സെക്കൻഡറി, n1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി. ഈ ഇക്വേഷന് പറയുക ടേൺ റേഷ്യോ ആൻഡ് വോൾട്ടേജ് റിലേഷൻ എന്നാണ്. We have seen turn ratio and voltage relation for a transformer. Now we are going to see the turn ratio and current relation in the case of a transformer. For that you consider an ideal transformer. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ എത്ര പവർ കൊടുക്കുന്നോ അത്രയും പവർ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവും. For an ideal transformer, there will be no energy loss. Ideal ആണ്. So you can write output power equals input power. Output voltage V2 ഉം output current I2 ഉം ആണെങ്കിൽ output power വരിക V2 I2. Input voltage V1 ഉം input current I1 ഉം ആണെങ്കിൽ input power വരിക V1 I1. From this you can write V2 by V1 equals I1 by I2. ട്രാൻസ്ഫോമറിന്റെ കേസിലെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ, V2 by V1 equals N2 by N1. അത് ഫസ്റ്റ് ഇക്വേഷൻ. V2 by V1 equals I1 by I2 ആണ് സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾ V2 by V1 equals N2 by N1 എഴുതിയില്ലേ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you can write N2 by N1 equals I1 by I2. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ കേസിലെ തേർഡ് ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് turn ratio and current relation. Transformer, you can write 3 equations. എല്ലാ ട്രാൻസ്ഫോമറിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് V2 by V1 equals N2 by N1. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ you can write 2 more equations. V2 by V1 equals I1 by I2. Also N2 by N1 equals I1 by I2. So you have studied that
V2 by V1 equals N2 by N1 and V2 by V1 equals I1 by I2. We are going to see what is a step-up transformer. For a step-up transformer, the number of turns in the secondary will be greater than the number of turns in the primary. N2 will be greater than N1. So what happens if N2 is greater than N1? From this equation you can see that V2 is greater than V1. സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ആയിരിക്കും പ്രൈമറിയിലുള്ള വോൾട്ടേജിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക. നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. A step-up transformer will get more voltage in the secondary. അതിന്റെ കാരണം എന്താണ്? Because the number of turns in the secondary will be greater than the number of turns in the primary. Also, from this equation, if V2 is greater than V1, I1 will be greater than I2. അല്ലേ? I1 I2വിനേക്കാൾ കൂടുതലായിരിക്കും. എന്നതിൻ്റെ അർത്ഥം നമുക്ക് സെക്കൻഡറിയിൽ കിട്ടുന്ന കറണ്ട് നമ്മൾ പ്രൈമറിയിൽ കൊടുക്കുന്ന കറണ്ടിനേക്കാൾ കുറവായിരിക്കും. ഇൻ ഷോർട്ട്, ഒരു സ്റ്റെപ്പ്-അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് കൂടുതലായിരിക്കും, പക്ഷെ സെക്കൻഡറിയിൽ കിട്ടുന്ന കറണ്ട് കുറവായിരിക്കും. ഇനി ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസിലോ, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പ്രൈമറിയിലുള്ള ടേൺസിന്റെ എണ്ണമാണ് സെക്കൻഡറിയിലുള്ള ടേൺസിന്റെ എണ്ണത്തേക്കാൾ കൂടുതൽ. We have N1 greater than N2. അപ്പോൾ from this equation, if N1 is greater than N2, V1 is greater than V2. നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. There will be a decrease in voltage in the secondary. Also, V1 ആണ് കൂടുതൽ അല്ലേ V2വിനേക്കാളും. അപ്പോൾ I2 will be greater than I1. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ ഔട്ട്പുട്ടിലെ കറണ്ടാണ് ഇൻപുട്ടിലെ കറണ്ടിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക. ഇൻ ഷോർട്ട്, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കുറവായിരിക്കും, പക്ഷെ ഔട്ട്പുട്ടിൽ കറണ്ട് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഈസ് എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ. Efficiency is denoted by the letter eta. Eta equals output power by input power. It is given by V2 I2 divided by V1 I1. നമ്മളൊരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പറഞ്ഞു ഇൻപുട്ടിൽ കൊടുക്കുന്ന പവർ മുഴുവൻ ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ലേ. അതൊരു ഐഡിയൽ കേസാണ്. പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന പവർ മുഴുവനായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടില്ല. There will be energy losses. എന്തൊക്കെ എനർജി ലോസസ് ആണ് ഒരു ട്രാൻസ്ഫോമറിലുള്ളത് നോക്കുക. ഫസ്റ്റ് വൺ ഈസ് കോപ്പർ ലോസ് ഓർ ജൂൾസ് ഹീറ്റ് ലോസ്. നിങ്ങൾക്കറിയാം H is equal to I² RT എന്നാണ് അല്ലേ. അപ്പം നമ്മൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആ കോപ്പർ വയറിലൂടെ പാസ് ചെയ്യിക്കുമ്പോൾ I ആണ് കറണ്ട് എങ്കിൽ there will be heat loss in the form of according to the equation H is equal to I² RT. അതാണ് ഹീറ്റ് ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ്. രണ്ടാമത്തത് എഡ്ഡി കറണ്ട് ലോസ് ആണ്. എഡ്ഡി കറണ്ട് ലോസിന് അയൺ ലോസ് എന്നും പറയും. നമ്മളൊരു ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തിരിക്കുന്നത് ഒരു സോഫ്റ്റ് അയൺ കോറിന്റെ മുകളിലാണ്. സോ വെൻ an AC passes through the copper wire, induced current will be produced in the soft iron core. This induced current is called eddy current. Eddy current produces heat. So energy is lost in the form of heat due to eddy current. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിച്ചതാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ലോസ് ഈസ് കോൾഡ് എഡ്ഡി കറണ്ട് ലോസ് ഓർ അയൺ ലോസ്. മൂന്നാമത്തത് ഹിസ്റ്റീറിസിസ് ലോസ് ആണ്. You might be studying this in your 5th chapter, magnetism. The soft iron core is subject to magnetization and demagnetization. So there will be energy loss called hysteresis loss. മാഗ്നറ്റിക്സിൽ പഠിക്കുന്നത് കൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ലോസ്. ഈ നാലാമത്തത് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. കറണ്ട് പ്രൈമറിയിലൂടെ പാസ് ചെയ്യുമ്പം അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫ്ലക്സ് മുഴുവനുമായിട്ട് സെക്കൻഡറിയിലേക്ക് വരണമെന്നില്ല. ദർ മേ ബി ലോസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ദിസ് ലോസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. ഇങ്ങനെ 4 എനർജി ലോസുകളാണ് ഒരു ട്രാൻസ്ഫോമറിൽ ഉള്ളത്. A doorbell transformer for use on a 240 volt line has 8000 turns primary and 2000 turns secondary. What is the output voltage when 2 ampere current flows through the secondary? Also find the current in the primary. എന്തൊക്കെ തന്നിരിക്കണം നോക്കുക. ഒരു
ബെല്ല്, ഒരു ഡോറ് ബെല്ല്, നമ്മളെ കോളിംഗ് ബെല്ലാണ്. ആ കോളിംഗ് ബെല്ലിൽ ചെറിയൊരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. ആ ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 240 വോൾട്ട് ആണ്. സോ V1 ഈസ് 240 വോൾട്ട്. ആ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലുള്ള ടേൺസിന്റെ എണ്ണം N1 ഈക്വൽസ് 8000, സെക്കൻഡറിയിലുള്ള ടേൺസിന്റെ എണ്ണം 2000. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? അപ്പോൾ V2 എത്ര എന്നാണ് ചോദിക്കുന്നത്. when 2 ampere current flows through secondary, അപ്പോൾ I2 ഈക്വൽസ് 2 ampere. also find the current in the primary I1. ഇപ്പോൾ V1 ഉം N1 ഉം N2 ഉം I2 ഉം തന്നിട്ടുണ്ട്. you are asked to find V2 and I1. You can apply the relation V2 by V1 equals N2 by N1. V2 ആണ് കാണേണ്ടത്. V1 240 വോൾട്ട്, N2 2000, N1 8000. എല്ലാ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you will get V2 equals 6 volt. അടുത്ത ചോദ്യം, what is the current in the primary? I1 ആണ്. You can use the relation I1 by I2 equals N2 by N1. I2 ന്റെ വാല്യൂ 2 ampere, N2 ന്റെ വാല്യൂ 2000, N1 ന്റെ വാല്യൂ 8000. You substitute all these values, you will get I1 equals 0.05 ampere. A transformer has an efficiency 80%. It works at 4 kilowatt and 100 volt. It has a secondary voltage 240 volt. Find the current through the primary and secondary. Efficiency eta തന്നിട്ടുണ്ട്. Eta equals 80 by 100 എന്ന് പറയുമ്പോൾ 0.8 ആണ് വരിക. ആ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് പവർ പറയുന്നുണ്ട് ഇറ്റ് വർക്ക്സ് അറ്റ് 4 കിലോവാട്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പവർ 4 kilowatt എന്ന് പറഞ്ഞാൽ 4000 watt ആണ്. So you can write P1 equals 4000 watt and 100 volt. അതിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് 100 volt ആണ്. So V1 equals 100 volt. It has a secondary voltage of 240 volt. V2 തന്നിട്ടുണ്ട് 240 volt. Find the current through primary and secondary. You have to find I1 and I2. The input power തന്നിട്ടുണ്ട് ട്രാൻസ്ഫോമറിന്റെ. So you can write P1 equals V1 I1. From that you will get I1 equals P1 by V1. 4000 by 100 എന്ന് പറയുമ്പോൾ 40 ampere എന്നാണ് കിട്ടുക. So you got I1. ഇനി you have to find I2. To find I2, you are given efficiency eta. Eta equals V2 I2 by V1 I1. V2 ന്റെ വാല്യൂ, V1 ന്റെ വാല്യൂ, I1 ന്റെ വാല്യൂ. V2 equals 240 volt. V1 equals 100 volt, I1 equals 40 ampere. Substitute ചെയ്താൽ you will get I2 equals 13.3 ampere. എന്തുകൊണ്ടാണ് ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് DC നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ സാധിക്കാത്തത്? DC എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് കറൻ്റാണ്. ഇപ്പോൾ DC പ്രൈമറി കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സും മാഗ്നറ്റിക് ഫീൽഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡറിയിൽ ഒരു EMF ഇൻഡ്യൂസ് ആവുകയുള്ളൂ. സോ യു കനോട്ട് സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ DC യൂസിങ് എ ട്രാൻസ്ഫോമർ.